ഹായ് എവരിവൺ, ഇൻഫോ ക്യാമ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു പ്രോഗ്രാം ഇൻഫോ ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു ഫ്രീ പ്രോഗ്രാമാണ്. എല്ലാ മന്തിലും ഒരു ഫ്രീ പ്രോഗ്രാം ഉണ്ട്. അതിനകത്തേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഫ്രീ CCNA എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സാണ്. അതായത് എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ CCNA എക്സാം ക്ലിയർ ചെയ്യാം, അതിന് വേണ്ടിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ, ഫ്രീ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള രജിസ്ട്രേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു പ്രോഗ്രാമിൻ്റെ റിലവൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ചില കമ്പനികളെങ്കിലും CCNA ഈ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ CCNA കോഴ്സ് കംപ്ലീഷൻ മാത്രം പോരാ, CCNA സർട്ടിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഉള്ള കമ്പനികളിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ CCNA സർട്ടിഫിക്കേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. കാരണം നമുക്ക് അറിയാമല്ലോ, ഇതൊരു CCNAൻ്റെ എക്സാം എന്ന് പറയുന്നത് ഒരു ടഫ് എക്സാമാണ്. 2 hours എക്സാമാണ്. അതിനകത്ത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. കുറച്ച് ലാബ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, സിമുലേഷൻസ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫുൾ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവും, എങ്ങനെയാണ് ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. അപ്പം അതിൻ്റെ പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്താണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ റിലവൻസ്, നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനുണ്ടായ റീസൺ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ലേണിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അതായത് നമുക്കറിയാം, CCNA പഠിച്ചു കഴിഞ്ഞ ഒരാൾ, CCNAൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കാണ് ശരിക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ CCNA നോളജ് ഉള്ള ഒരാൾക്ക് CCNAൻ്റെ നമ്മളുടെ തിയററ്റിക്കൽ നോളജ് എന്ന് പറയുന്നതും എക്സാം നോളജ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഒരു എക്സാം പാസ്സായിക്കോളും നിർബന്ധമില്ല. അപ്പോൾ അവിടെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാകും. നമുക്കറിയാം, ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ട്രിക്സ്, ഇതെന്താണ് ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആൻസേഴ്സ് കറക്റ്റായിട്ട് നമുക്കറിയാലോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ഏറ്റവും ബെസ്റ്റ് ആൻസർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആൻസേഴ്സ് വായിക്കുന്ന സമയത്ത് എല്ലാ ആൻസറും ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തോന്നും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ബെസ്റ്റ് ആൻസർ ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഇത് ഫ്രീ പ്രോഗ്രാമാണ്, ഇത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പാസിംഗ് റേറ്റ്, സാധാരണ രീതിയിൽ CCNAൻ്റെ പാസിംഗ് റേറ്റ് എന്ന് പറയുന്നത് 50% ആണെങ്കിലും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 99% മാറും. അതായത് വളരെ വളരെ റെയറായിട്ട് മാത്രമേ പിന്നെ നിങ്ങൾ എക്സാം ഫെയിൽ ആവാനുള്ളൊരു പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, മിക്കവാറും ആൾക്കാർ, നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവർ പാസ്സാവുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ലേണിംഗ് ആൻഡ് നമ്മൾ എക്സാം ഗ്യാപ്പ്, എക്സാം നോളജ് പ്ലസ് ലേണിംഗ് നോളജിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോഗ്രാമിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ് ദ എക്സാം സക്സസ് റേറ്റ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ സക്സസ് റേറ്റ്, അതായത് ഫെയിലിയർ ഉണ്ടാവാനുള്ളൊരു റീസൺ എന്താണ്, ഇന്നാഡിക്വേറ്റ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവർ ഒരു എക്സാം സമയത്തുണ്ടാവുന്ന ഒരു നെർവസ്നെസ്, അല്ലെങ്കിൽ അവിടെ ആ ഒരു എക്സാം ടൈമിലുണ്ടാകുന്ന ഒരു പ്രഷർ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ലാത്തത്. ഇപ്പോൾ നമുക്ക് ലാബ് വരുന്നുണ്ട്, അപ്പോൾ ലാബ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ലോ ആയി പോകുന്നത്, അങ്ങനെ പല റീസൺ കൊണ്ടും ആവാം. അല്ലെങ്കിൽ വളരെ ചെറിയ മൈന്യൂട്ട് റീസൺ കൊണ്ടൊക്കെ ആയിരിക്കാം
ചിലപ്പോൾ നമുക്ക് എന്തായി പോകുന്നത്, ഫെയിലായി പോകുന്നത്, അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു അഭാവം. നമുക്കറിയാലോ, ഒരു 2 hours എക്സാം ആയിരിക്കും, 100 questions ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പല റീസൺ കൊണ്ടായിരിക്കും നമ്മൾ എന്താവുന്നുണ്ടാവുക, ചിലപ്പോൾ ഫെയിലായി പോകുന്നുണ്ടാവുക. അപ്പോൾ ആ പ്രോബ്ലംസൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മളെ എക്സാമിനെ ഫേസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതോടുകൂടി നിങ്ങളെ എക്സാം സക്സസ് റേറ്റ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഉള്ള വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് പ്രൊഫഷണൽ ഗ്രോത്താണ്. അതായത് നമുക്കറിയാം, CCNA സർട്ടിഫിക്കേഷൻ കിട്ടുന്നതോടുകൂടെ തന്നെ നമ്മളുടെ ലെവൽ മാറണം. അതായത് CCNA കോഴ്സ് കംപ്ലീഷൻ ചെയ്ത ഒരാളും CCNA സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളും തമ്മിൽ കമ്പനി നോക്കുന്ന സമയത്ത് തന്നെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, പല കമ്പനികളിലും ചില പോസ്റ്റിലേക്ക് നിർബന്ധമായിട്ടും CCNA പാസ്സായിരിക്കണം എന്നുള്ള റൂൾ ഉണ്ടായിരിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പാസ്സാവുന്നതോടുകൂടെ കാൻഡിഡേറ്റ്സിന് ഒരു ഡോർസൊക്കെ ഓപ്പൺ ആവുകയാണ് ബെറ്റർ പ്രൊഫഷണൽ ഗ്രോത്തിലേക്കും ബെറ്റർ പ്രൊമോഷൻസിലേക്കും, അല്ലെങ്കിൽ ഒരു അവരുടെ തന്നെ കമ്പനിയിൽ നിന്ന് വേറൊരു ലൊക്കേഷൻസിൽ അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ലൊക്കേഷനിലേക്കുള്ള ഒരു ലൊക്കേഷൻ ചേഞ്ചിന് വേണ്ടിയിട്ടോ പല രീതിയിലും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫഷണൽ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് കോൺഫിഡൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതോടുകൂടെ റെഗുലർ റിവിഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിനകത്ത് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനർമാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ട്രെയിനർമാരായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ടുള്ള നെറ്റ്വർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കോൺഫിഡൻസ് ലെവലിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നീട് നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 100% അല്ലെങ്കിൽ 99% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ലേണിംഗ് അപ്രോച്ച്. അതായത് നമുക്ക് സ്റ്റുഡൻസിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് അപ്രോച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിവിഷൻ പ്ലാൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ടോപ്പിക്കുകളാണ്, ഏതൊക്കെ പ്രോട്ടോകോൾസാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടുക, ഇനി തീരെ മാർക്ക് കുറവുള്ള ഏരിയാസ് ഏതൊക്കെയാണ്. അപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും മാർക്ക് കുറവായിട്ടുള്ളതും ഉള്ള ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ പോലും ആ സമയം കൂടെ നിങ്ങൾ കൂടുതൽ മാർക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം കൂളായിട്ട് പാസ്സാവാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് മോക്ക് എക്സാംസ് ആൻഡ് റിയൽ ടൈം പ്രാക്ടീസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്ന് നമ്മൾ മോക്ക് എക്സാം ചെയ്യുന്നുണ്ടാവും, അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം 2 hours ഇത്രയും ഇത് ക്ലിയർ ചെയ്യാണല്ലോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുവരെയുള്ള എക്സാം പാസ്സാവാൻ വേണ്ടി നിങ്ങൾ ഡിഗ്രി ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, ഈ എക്സാംസൊക്കെ നമ്മൾ പാസ്സാവാനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മോക്ക് എക്സാംസും റിയൽ ടൈം പ്രാക്ടീസൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ പ്രീവിയസ് വന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിൻ്റെയൊക്കെ ആൻസേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് വന്ന കുറേ ഇയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു 4-5 വർഷത്തെ അല്ലെങ്കിൽ 2-3 വർഷത്തെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിച്ചിട്ടേക്ക് നമ്മൾ ശരിക്കും എക്സാമിന് പോകുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ആയിട്ട് വന്ന കുറേ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മളെ എന്താ പറയുക പ്രോട്ടോകോൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ കവർ ചെയ്യും. മാത്രമല്ല റിയൽ ടൈം പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതൊക്കെ ടൈം വെച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ടൈം വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാനും പറ്റും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എത്ര ടൈം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ, ഇനി ലാബ് വൈസ് സിമുലേഷൻ വരുന്നുണ്ട്, അത് ഈ ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നെ നമുക്ക് ഡെവലപ്പ് ആവാൻ പറ്റും. പിന്നെ എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഗൈഡൻസ് ആണ്. അത് 20+ ഇയേഴ്സ് ഓഫ് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ഉള്ള ആളുകളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എക്സാം പ്രിപ്പറേഷൻ ചെയ്യിപ്പിക്കുന്നത്.
അപ്പോൾ അവരുടെ ലേണിംഗ് ടിപ്സും ഷോർട്ട് കട്ട്സും എക്സാം സ്ട്രാറ്റജീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പെട്ടെന്ന് ഒരു എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിന് പാസ്സാവാനും പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാനും ഇത് ക്രിയേറ്റഡ് ആയിട്ട് വരും. ആ ഒരു നോളജ് നിങ്ങൾക്ക് ക്രിയേറ്റഡ് ആയിട്ട് വരും. ഓക്കെ. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സിമുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം, ഇപ്പം GNS3-ലാണോ പാക്കറ്റ് ട്രേസറിലാണോ ഈവൻജിയിലാണോ ഏത് ലെവലിലാണ് നിങ്ങൾ ഈ ലാബ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് ഈ ലാബുകളിൽ ഏതൊക്കെ ടൈപ്പ് പ്രോട്ടോക്കോൾസാണ് നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോട്ടോക്കോൾസിൻ്റെ ഇൻറ്റഗ്രേഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇതിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്ന നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകളുമായിട്ടുള്ളൊരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ. നിങ്ങൾ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർ മാത്രമല്ല, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ കേരളത്തിൽ പല പല ലൊക്കേഷൻസിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്നുണ്ടാവും. അപ്പം നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് മിക്കവാറും ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ടേക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അവരൊക്കെ ആയിട്ടുള്ളൊരു കോൺടാക്ട്സ് ബന്ധങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതും ഒരു ഫ്രീ പ്രോഗ്രാമാണ്. നമുക്ക് നിങ്ങൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുകിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പം ആ ICEP എന്ന് പറയുന്ന ഒരു കോഡ് നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് ഇൻഫോ ക്യാമ്പസിൻ്റെ CCNA എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് ആണ് എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള എൻക്വയറി ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പം അവർ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനകത്തേക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ചെറിയ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇത് ഫുൾ ഫ്രീ ആണെങ്കിൽ പോലും ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനൊക്കെ അവർ പറഞ്ഞു തരും. അപ്പം അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്ത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഫ്രീ പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യിപ്പിക്കും. എല്ലാ മന്തിലും അല്ലെങ്കിൽ എല്ലാ മന്തിൻ്റെ ബിഗിനിങ്ങിലും ആയിരിക്കും നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. എല്ലാ മാസവും ഓരോരോ ക്ലാസ്സുകൾ ഉണ്ടാവും ഈ ഫ്രീ ആയിട്ട്. ഓക്കെ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പം അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. മാത്രമല്ല ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ഉള്ള നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് എത്രത്തോളം റിലവൻ്റ് ആണ്, ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇത് എത്രത്തോളം റിലവൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ.